പട്ടികൾക്ക് നമ്മുടെ കുറേ എന്താ പറയുക മൃഗസ്നേഹികളായിട്ടുള്ള ചങ്ങാതിമാരെ പറയും ഫാൻസി ഭയങ്കര ബ്രീഡുകൾക്ക് പോകുന്നതിന് പകരം നാടൻ പട്ടികളെ എന്തുകൊണ്ട് സ്ട്രീറ്റിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിരുന്നത്. ബട്ട് നമ്മളിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനേ അല്ല വന്നത്. നമ്മുടെ നേരെ പുറകെ കാണുന്ന മാളവിക ഫാസ്റ്റ് ഫുഡ് ഭക്ഷണേഷ്യ എന്ന് പറയുന്ന സാധനമാണ്. ലോക്ക്ഡൗൺ ആയത് കാരണം തന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒന്നും ഇറങ്ങി ഒരു ഭക്ഷണം ഒരു സ്ഥലത്തുനിന്ന് കഴിക്കാനും പറ്റില്ല, അത് നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റില്ല. ഇന്ന് നമ്മൾ തിരുവനന്തപുരം സിറ്റി ലിമിറ്റ്സിൻ്റെ പുറത്താണ്. ഓക്കെ, നമ്മൾ ഇത് NH ആണ്. തിരുവനന്തപുരത്ത് നമ്മൾ ആറ്റിങ്ങൽ കൊല്ലം പോകുന്ന ഒരു ദിശയിൽ സിറ്റി ലിമിറ്റ്സ് എന്നൊരു 2 കിലോമീറ്റർ കൃത്യം പറഞ്ഞാൽ തോന്നൽ ദേവീക്ഷേത്രം ഏതാണ് ആ തോന്നൽ ദേവീക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് റോഡ് ജസ്റ്റ് ഒന്ന് മാറുന്നത് നമ്മുടെ നേരെ ആ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ചായക്കടയുടെ അവിടെയാണ്. നമ്മുടെ ഈ പഴയ നാടൻ കേരളത്തനിമയുള്ള ചായക്കടകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഅഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം കിട്ടും. വലിയ ആഡംബരമൊന്നുമില്ല, പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ ഒരു സന്തോഷവും ഒരു സുഖവും നമ്മുടെ ഇവിടുത്തെ സാധാരണ ഗതിയിൽ കിട്ടുന്ന പോലെ നമ്മുടെ അപ്പം, ഇടിയപ്പം, ദോശ തുടങ്ങിയുള്ള സാധനങ്ങൾ. ആൻഡ് ഒരു പ്രത്യേക മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിപ്പോൾ എനിക്ക് തന്നെ ഫോർ എക്സാമ്പിൾ എനിക്ക് നോർത്ത് ഇന്ത്യക്കാരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമാണ്, ആലു പറാട്ട കൈൻഡ് ഓഫ് സാധനങ്ങൾ. തമിഴ്നാട്ടിലെ ചങ്ങാതിമാരുടെ ഒക്കെ ഇഷ്ടമാണ്, ബർഗർ പിസ്സ ഇഷ്ടമാണ്. പക്ഷേ ചില സമയത്തുണ്ടല്ലോ നമ്മുടെ പുട്ട് പയർ പപ്പടം, ചൂട് പുട്ട് പയർ പപ്പടം കൂടെ പൊടിച്ച് കഴിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, കയ്യിൽ ഒരു സ്ട്രോങ് ചായയും, ബ്ലിസ് മാൻ. ഇപ്പോൾ ചായയൊക്കെ നമ്മുടെ പേപ്പർ കപ്പിലായി. പക്ഷേ ഈ കടയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക കോമ്പിനേഷൻ ഫേമസ് ആണ്. പുട്ട് പയർ പപ്പടം ചിക്കൻ കറി. അപ്പോൾ ഇവിടുത്തെ ബീഫും ഒക്കെ നല്ലതാണ്, പക്ഷേ പുട്ട് പയർ പപ്പടം രാവിലെ ചിക്കൻ കറി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കോമ്പിനേഷൻ സാധനമാണ്. അപ്പോൾ ആ കോമ്പിനേഷൻ സാധനം നമ്മൾ കഴിക്കുകയും അതിൻ്റെ രുചി നിങ്ങൾ ചങ്ങാതിമാർക്ക് ഫീൽ ചെയ്യും. എപ്പോഴെങ്കിലും ഇതുവഴി പോകുമ്പോഴത്തേക്കും കഴിക്കാനായിട്ട് വാ രാവിലെ. അപ്പോൾ എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ ഈ ഒരു വെള്ളത്തിനിടയിൽ? വളരെ മോശമാണ്. ഒന്ന് ഒച്ചത്തിൽ വളരെ മോശമാണ്. കാരണം ഒന്ന് ആൾക്കാർ പുറത്തിറങ്ങുന്നില്ല അല്ലേ ഇവിടെ സാധാരണ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് അറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ ഒരു രുചിയും നമ്മുടെ നാടൻ ഭക്ഷണത്തിന്റെ ആ ഒരു ടേസ്റ്റും അറിയാൻ വേണ്ടി വരുന്നുണ്ട്. അല്ലാതെ ഈ പോകുന്ന ക്രൗഡിനേക്കാളും ഇവിടെ സ്ഥിരം വരുന്ന ആൾക്കാർ തന്നെയല്ലേ അല്ലേ? പക്ഷേ ഈ പറയുന്ന പോലെ സാധാരണ നിങ്ങൾ എത്ര മണിയിൽ തുറന്നിരിക്കും? ഇപ്പോഴത്തെ സാധാരണ തുറക്കുന്ന പറഞ്ഞാൽ 4 മണി തൊട്ട് രാത്രി ഒരു 9 മണി വരെ ആയിരുന്നു. ഒരു 5 മണി മുതൽ ഒരു 6 അത്രേ ഉള്ളൂ. എന്നാലും ആൾക്കാരുടെ എണ്ണം കുറവാണ്, വളരെയധികം കുറവാണ്. ഞാൻ പറയായിരുന്നു ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുട്ട് പയർ പപ്പടം ചിക്കൻ കറി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ. അതെങ്ങനെ അതൊരു കോമ്പിനേഷനായി മാറി? അത് ആരെങ്കിലും വന്ന് ഇതിന്റെ കൂട്ടത്തിൽ ചിക്കനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് പിന്നെ അത് ആൾക്കാർ പറഞ്ഞു പോയതാണ്? അതിന്റെ കൂടെ മേടിച്ച ആൾക്കാർ കഴിച്ച ഒരു ടേസ്റ്റ് ഉള്ളത് കൊണ്ട് അവര് പറഞ്ഞു രാമു വന്ന് കഴിച്ചു. എന്നിട്ട് രാമു പോയിട്ട് കുമാരന്റെ അടുത്ത് പറഞ്ഞു അളിയാ അവിടെ നിന്ന് ചിക്കൻ കറിയും കൂടെ പുട്ട് വേറെ പപ്പടത്തിനൂടെ വാങ്ങിച്ച് കഴിക്കണം. പിന്നെ അവര് പറഞ്ഞല്ലേ നിങ്ങളായിട്ട് ഉണ്ടാക്കിയ കോമ്പിനേഷൻ അല്ല, ആൾക്കാർ കഴിച്ചതൊരു ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് മാറിയത്. വിച്ച് ഈസ് നൈസ്, വിച്ച് ഈസ് ആക്ച്വലി നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും വലിയ പരസ്യമൊന്നും ഇല്ല എങ്കിലും നമുക്ക് സിനിമയുടെ കണ്ടു കഴിഞ്ഞിട്ട് കൊള്ളാമെന്ന് ആൾക്കാർ പറഞ്ഞ് ഹിറ്റ് ആവില്ലേ, അതുപോലത്തെ ഒരു കോമ്പിനേഷനാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഹിറ്റ് കോമ്പിനേഷൻ തന്നെ എടുക്കാമല്ലോ അല്ലേ? ഇന്നിപ്പോ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ഇന്ന് ബീഫ് ഉണ്ടാക്കിയ കളയേണ്ടി വരും. അപ്പൊ ഈ ഒരു കൊറോണ സമയമായതുകൊണ്ട് സാധാരണ ഉള്ള എല്ലാ സാധനങ്ങളും ഇല്ല, പക്ഷെ നമ്മുടെ കോമ്പിനേഷൻ സാധനം ഉണ്ട്. അപ്പൊ എടുക്കാം, നമുക്ക് പുറത്തിരുന്നേ. സോ ദിസ് ഇസ് ഇറ്റ്. നല്ല അസല് നല്ല ഭംഗിയുള്ള നമ്മൾ ഫോട്ടോ റെഡി, ഇൻസ്റ്റാഗ്രാം റെഡി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പുട്ട് പയറ്. ഈ പുട്ട് പയർ പപ്പടത്തിൻ്റെ കൂടെ ഈ മുളകുണ്ടല്ലോ, അതൊരു വേറൊരു വികാരമാണ് നമ്മുടെ. പിന്നെ പപ്പടം ആൻഡ് നമ്മുടെ ചിക്കൻ കറി. ഒരു എന്താ പറയുക, ഒരു മലയാളി സന്തോഷത്തിൻ്റെ പേരിൽ ഒരെണ്ണം ഒരു ഭംഗിക്ക് സൈഡിരിക്കട്ടെ.
ബിഫോർ വി ഗെറ്റ് ഇൻ ടു ചിക്കൻ, ആദ്യം ആ ഒരു തനതായ പുട്ടുപയർ പപ്പടം മാത്രം ഒന്ന് വായിൽ. നമ്മളെപ്പോഴും ഈ പറയുന്ന പോലെ സീസൺ ചെയ്യാന്ന് പറയത്തില്ലേ, അതാണ് ആക്ച്വലി നൈസ്. ഇതൊരു സന്തോഷമാണ് കേട്ടോ ആക്ച്വലി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു കോമ്പിനേഷൻ ആക്ച്വലി ഹാപ്പിനെസ് ആണ്. നൗ ലെറ്റ്സ് ആക്ച്വലി ട്രൈ ദിസ് കോമ്പിനേഷൻ വിച്ച് ഇസ് ഫേമസ് ഹിയർ. പുട്ടും ചിക്കനും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കോമ്പിനേഷൻ ഒരെണ്ണമാണ് പുട്ടും ചിക്കനും. പക്ഷേ പുട്ട് പയറ് പപ്പടം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ പയറും ചിക്കനും പുട്ടിൻ്റെ കൂടെ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഈ ഒരു കോമ്പിനേഷൻ ഇവിടെ നിന്ന് മാത്രമാണ് കഴിച്ചിട്ടുള്ളത്. ആ ചൂടോടെ കഴിക്കുമ്പോണ്ടല്ലോ നമ്മൾ ഈ അനുഭവിച്ച വികാരത്തിന് തനത് നമ്മുടെ നാടൻ ഭാഷയിൽ ചില വാക്കുകളുണ്ട്, തൽക്കാലം വീഡിയോയിലായതുകൊണ്ട് പറയുന്നില്ല. ബട്ട് ദിസ് ഇസ് പ്യുവർ ബ്ലിസ്. ആൻഡ് യു നെവർ ഗെറ്റ് ടയേർഡ് ഓഫ് ദിസ്. അതാണ് നമ്മൾ പ്രത്യേകത എന്നറിയാമോ, നമ്മൾ ആദ്യത്തെ ഒരു പിടി കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വായിലൊരു രുചിയുടെ ഒരു വിസ്ഫോടനം ഉണ്ടാവത്തില്ലേ, അത് ഓരോ പിടിയിലും ഉണ്ട്. നമ്മൾ ഈ പുട്ടിൻ്റെ അവസാനത്തെ ഒരു പിടി ഫിനിഷ് ചെയ്യുമ്പോൾ പോലും ആ ഒരു ബ്ലാസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് നൈസ്. അപ്പം നിങ്ങൾ ആലോചിക്കായിരിക്കും ഇതെല്ലാം കൂടെ എത്ര രൂപയാവുന്നത്. നമ്മുടെ ഈ കൊച്ചു നാടൻ കടകളിൽ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ പോക്കറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ആൻഡ് യു വിൽ എൻജോയ് ദാറ്റ് ടേസ്റ്റ്. സോ ഇത്രയും ഒരു വലിയ കുറ്റിപ്പുട്ട്, നിറച്ച് പയറ്, അതും ഈ പറയുന്ന പോലെ നല്ല മുളകൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുന്ന കഴിച്ച്, ചിക്കൻ കറി, പപ്പടം ആൻഡ് കട്ടൻ ഉൾപ്പെടെ എല്ലാം കൂടെ 120 രൂപ. ഡീലിനാ? ആൻഡ് ടേസ്റ്റ് നമുക്കറിയാവുന്ന കാര്യമല്ലേ ഇത്. അടിപൊളി, സൂപ്പർ, A1. നിങ്ങൾ എന്തൊക്കെ വന്നാൽ ഈ രുചി മാറ്റാതിരുന്നാൽ മാത്രം മതി. ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണ് ആൾക്കാർ വീണ്ടും കഴിച്ച ആൾക്കാർ തിരിച്ചു വരുന്നത് അല്ലേ. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ വരുമ്പോൾ ഇവിടെ നിന്ന് കഴിക്കുമ്പോഴത്തേക്കും പറയുക കൗമുദിയുടെ RJ വിഷ്ണുവിൻ്റെ കൂടെയുള്ള എജ്ജാതി ഫുഡടി കണ്ടിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ ഈ ചേട്ടായിക്ക് അറിയാൻ പറ്റും ആ നമ്മുടെ സുഹൃത്തുക്കളാണ് കഴിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഭക്ഷണം നമ്മൾ തേടി പോകാൻ പോവുകയാണ്. നമുക്ക് 1-2 സ്ഥലങ്ങൾ ആക്ച്വലി ഉണ്ട് ഇന്നത്തെ ദിവസം പോയി കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ തേടി പോകുന്നതിന് മുൻപായിട്ട് ഐ ഹോപ്പ് ദാറ്റ് യു ഗൈസ് നെക്സ്റ്റ് ടൈം ഇവിടെ വന്ന് കഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആസ്വദിച്ച് ഈ ഒരു കോമ്പിനേഷൻ കഴിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അവസാനത്തെ പിടി വരെയും ഓരോ പിടിയിലും ആ ഫ്രഷ്നെസ് ഉണ്ട്. സോ ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് RJ Vishnu signing off. Peace, keep eating great food. Over and out.